പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയ കുറുവാ സംഘാംഗം പിടിയിൽ. പ്രതി കുണ്ടന്നൂർ പരിസരത്തെ ചതുപ്പിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. 4 മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിലാണ് സന്തോഷിനെ പോലീസ് പിടികൂടിയത്. വിവരങ്ങളുമായി അഖിൽ പാലോട്ടുമണം ചേരുകയാണ്. അഖിൽ, സാഹസികമായാണ് പോലീസ് ഇപ്പോൾ പ്രതിയെ പിടികൂടിയിരിക്കുന്നത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത്, ഒരു പ്രതിയെ കൊണ്ടുപോകുന്ന സമയത്ത് പാലിക്കേണ്ട കൃത്യമായ നടപടികൾ പോലീസ് പാലിച്ചോ? പോലീസിന്റെ ലാഘവമാണോ പ്രതി ഇങ്ങനെ ചാടിപ്പോകാനുണ്ടായതിന്റെ പ്രധാന കാരണം? വിനീഷ, എറണാകുളം ജില്ല കേന്ദ്രീകരിച്ച് അന്യസംസ്ഥാനത്തിൽ നിന്നും അതുപോലെ തന്നെ മറ്റു പ്രദേശങ്ങളിൽ നിന്നും എത്തുന്ന മോഷണ സംഘം വളരെ വ്യാപകമായ രീതിയിൽ മോഷണം നടത്തുന്നുണ്ട് എന്ന വളരെ മോഷണ സംഘങ്ങൾ നിലനിൽക്കുന്ന ഒരു ജില്ല കൂടിയാണ് എറണാകുളം. കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് എറണാകുളം ജില്ല കേന്ദ്രീകരിച്ച് വിവിധങ്ങളായിട്ടുള്ള മൊബൈൽ ഷോപ്പുകൾ അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് കേന്ദ്രങ്ങളിലൊക്കെ തന്നെ വ്യാപകമായ മോഷണം ഉണ്ടായിരുന്നു. അതിന് തുടർച്ച എന്ന നിലയ്ക്കാണ് ഒരു കുറുവാ സംഘത്തെ, അതായത് തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു കുറുവാ സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ പോലീസിനെ ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്കാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന എറണാകുളത്ത് കുണ്ടന്നൂർ പാലത്തിന് താഴെ പോലീസിന്റെ കയ്യിൽ നിന്നും കൈവലങ്ങോടെ കുറുവാ സംഘത്തിലെ ഒരു പ്രതി സന്തോഷ് ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. ഏകദേശം 4 മണിക്കൂർ നീണ്ടുനിന്ന തിരച്ചിലിന് ഒടുവിലാണ് പോലീസ് സംഘത്തിന് സന്തോഷിനെ തിരിച്ച് കണ്ടെത്താനാകുന്നത്. ഇപ്പോൾ നമുക്ക് ഈ കാണുന്നത് പോലെ തന്നെ വലിയ പുറകിൽ കാണുന്ന ഈ ഇരുട്ട് ചതുപ്പിനകത്തേക്കാണ് സന്തോഷ് ഒളിച്ചിരുന്നത്. കാരണം ഒരു മനുഷ്യവാസമുള്ളതോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ജനവാസ പ്രദേശമല്ല ഈ നിൽക്കുന്ന ഈ പ്രദേശം എന്ന് പറയുന്നത്. മറ്റു ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങൾ അടക്കം കൊണ്ട് നിക്ഷേപിക്കുന്ന ഒരു കേന്ദ്രമാണ്. അപ്പോൾ അവിടേക്കാണ് പ്രതി ബോധപൂർവമായി ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. നീണ്ട മണിക്കൂറുകൾ, 4 മണിക്കൂറുകൾ ഉള്ള ആ തിരച്ചിലിനൊടുവിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതി ആലപ്പുഴയിലേക്കാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഈ സമയത്ത് നിലവിൽ പ്രതി ചാടി രക്ഷപ്പെടുന്നു. ഒപ്പം നിലവിൽ ഇപ്പോൾ പിടികൂടിയതിനു ശേഷം പ്രതിയെ എവിടേക്കാണ് മാറ്റിയിട്ടുള്ളത്? വിനീഷ്, ആലപ്പുഴയിലേക്ക് തന്നെ പ്രതിയെ കൊണ്ടുപോയി എന്നതാണ് നമുക്ക് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്നത്. പക്ഷെ അവർ ക്യാമറയ്ക്ക് മുന്നിൽ പറയാൻ വേണ്ടി തയ്യാറാകുന്നില്ല. നേരത്തെ ഇവിടെ SI റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ക്യാമ്പിലെ മറ്റു പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ ഇവിടെ നിൽക്കുന്നത് കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ നേരത്തെ ഇവിടെ SI റാങ്കിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനോട് സംസാരിക്കുന്ന സമയത്ത് തന്നെ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് പ്രതിയെ അറസ്റ്റ് ചെയ്തു. തിരച്ചിലിനൊടുവിൽ പോലീസും ഫയർഫോഴ്സും ക്യൂബ സംഘത്തിന്റെ ഒക്കെ തന്നെ തിരച്ചിലിനൊടുവിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്ത അപ്പോൾ തന്നെ ആലപ്പുഴയിലേക്ക് കൊണ്ടുപോയി എന്നതാണ്. നമ്മൾ നേരത്തെ ഞാൻ പങ്കുവച്ചതുപോലത്തെ ആ മൊബൈൽ വിഷ്വലിൽ തന്നെയുണ്ട് പ്രതിയെ അറസ്റ്റ് ചെയ്ത് പോലീസ് കൊണ്ടുവരുന്നത്. പൂർണ്ണ നഗ്നനായിട്ടാണ്, കൈവലങ്ങോട് കൂടി തന്നെയാണ് സന്തോഷ് ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിലൂടെ മനസ്സിലാകാനും കഴിയുന്ന ഒരു കാര്യമാണ്. ഇതിൽ ഇപ്പോൾ മാത്രം എന്താ ഒരു CI റാങ്കിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വരുന്നത്. സാറേ, ഇപ്പൊ എങ്ങനെയാണ് ഇത് കൊണ്ടുപോയി? ഇവിടെ എത്ര മണി? അവർ പൂർണ്ണമായി കൊണ്ടുപോയി കഴിഞ്ഞു. അങ്ങോട്ട് ചോദ്യം ഇവിടുത്തെ കണ്ടില്ലേ, കെട്ടിക്കൊണ്ട് പോയതാ. എങ്ങോട്ടാ നമുക്ക് അറിയത്തില്ല. 4 മണിക്കൂറോളം നീണ്ടാണ് ഈ തിരച്ചിൽ നടത്തുന്നത്. എമർജൻസി പോവാൻ. പക്ഷേ പോലീസ് പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല. വിനീഷ്, എന്തായാലും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പ്രതിയെ കൈവലങ്ങോട് കൂടി കൊണ്ടുവരുന്ന സമയത്ത് പോലീസ് പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനമായും ആ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണോ പോലീസ് ആ പ്രതിയെ കൊണ്ടുപോയിരുന്നത്, വാഹനത്തിൽ നിന്ന് മറ്റൊരു വാഹനത്തിലേക്ക് ചേഞ്ച് ചെയ്തു മാറ്റുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി അടുത്ത് വകുപ്പ് തല അന്വേഷണം നടക്കുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം അതിലൊരു പ്രധാനപ്പെട്ട ഒരു കാരണം കൂടിയുണ്ട്. കാരണം ഒരു പ്രതിയെ അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രേക്ഷകർ കാണുന്നത് പ്രതിയായ സന്തോഷിനെ, കുറുവാ സംഘാംഗമായ പ്രതിയായ സന്തോഷിനെ ചതുപ്പിൽ ഒളിച്ചിരുന്ന സന്തോഷിനെ പോലീസ് പിടികൂടി കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ്. പൂർണ്ണ നഗ്നനായിരുന്നു സന്തോഷ് പോലീസ് പിടിക്കുന്ന സമയത്ത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. അഖിൽ, തുടരാം. അഖിൽ, നിലവിൽ പോലീസ് ആദ്യഘട്ടത്തിൽ തന്നെ പാലിക്കേണ്ട കുറേ നടപടികളുണ്ട്. ഒരു പ്രതിയെ കൊണ്ടുപോകുമ്പോൾ അത് വളരെ സൂക്ഷ്മതയോടുകൂടി കൊണ്ടുപോകേണ്ടതുണ്ട്. ആ ഒരു നടപടിക്രമം പാലിച്ചല്ല കൊണ്ടുപോയത് എന്ന് ഈ പ്രതി ചാടിയതിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നു. പോലീസിനെ വെട്ടിച്ച് ചാടിയതിലൂടെ മനസ്സിലാക്കുന്നുണ്ട്. അതേസമയം തന്നെ നിലവിൽ എന്തുകൊണ്ടായിരുന്നു ഈ പ്രതി നഗ്നനായി നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്?
അല്ല, ഇതിൽ വിനിഷ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുറുവാ സംഘത്തിന്റെ ഒരു മോഷണ രീതി എന്ന് പറയുന്നത് തന്നെ ദേഹമാസകലനം, എണ്ണയും കരിയും എല്ലാം പുരട്ടി ഒരു ഭയാനകമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ച് മോഷണത്തിന് നേതൃത്വം കൊടുക്കുക എന്നതാണ് കുറുവാ സംഘത്തിന്റെ ഒരു പ്രധാനമായിട്ടുള്ള മോഷണ രീതി എന്ന് പറയുന്നത്. അങ്ങനെയാണ് അവർ അങ്ങനെയാണ് മോഷണങ്ങൾക്ക്, അതായത് നഗ്നതയോടെ ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് ഭയപ്പാട് വരുത്തുക എന്നതുകൂടിയാണ് കുറുവാ സംഘത്തിന്റെ മോഷണ രീതിയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പ്രതി ചാടി രക്ഷപ്പെടുന്ന സമയത്തും അത്തരത്തിലേക്കുള്ള ഒരു വിഷ്വലിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും പ്രതിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത ഉടനെ തന്നെ ആലപ്പുഴയിലേക്ക് കൊണ്ടുപോയി എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പ്രതിയെ ആലപ്പുഴയിൽ എത്തിച്ചതിനു ശേഷം മാത്രമായിരിക്കും മെഡിക്കൽ എടുക്കുന്ന അല്ലെങ്കിൽ മെഡിക്കൽ എടുത്ത് മറ്റു കോടതിയിൽ മജിസ്ട്രേറ്റിന് മുമ്പിലൊക്കെ ഹാജരാക്കുന്നത് ആലപ്പുഴയിൽ എത്തിച്ചതിനു ശേഷമായിരിക്കും. എന്തായാലും ഈ നിൽക്കുന്ന, അതായത് ഞാനിപ്പോൾ ഉള്ള ഈ കുണ്ടന്നൂർ പാലം കഴിഞ്ഞാൽ അടുത്ത് ഏകദേശം ഒരു 2 കിലോമീറ്ററോട് കഴിഞ്ഞാൽ ആലപ്പുഴ ജില്ലയുടെ അതിർത്തിയാണ്. അരൂർ പാലം കയറി ഇറങ്ങിയാൽ ആലപ്പുഴ ജില്ലയിലേക്ക് റോഡ് കഴിഞ്ഞാൽ 5 മണിക്കൂറിനുള്ളിൽ തന്നെ ആലപ്പുഴ ജില്ലയിലേക്ക്, 5 മണിക്കൂർ ആവശ്യമില്ല, ഏകദേശം ഒരു 2 മണിക്കൂറോട് തന്നെ ആലപ്പുഴ ജില്ലയിലേക്ക് പ്രവേശിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ആ 2 മണിക്കൂറിനുള്ളിൽ ആലപ്പുഴ ജില്ലയിലേക്ക് പ്രവേശിപ്പിച്ചാൽ ആലപ്പുഴ ജില്ലയിലേക്ക് പ്രവേശിച്ചാൽ അപ്പോൾ തന്നെ എന്തായാലും ഇപ്പോഴത്തെ സമയം അനുസരിച്ച് ഏകദേശം 12 മണിയോടുകൂടി തന്നെ ആലപ്പുഴ ജില്ലയിലേക്ക് എത്തിച്ചേരും. ആ 12 മണിയോട് ആലപ്പുഴ ജില്ലയിലേക്ക് എത്തിച്ചേർന്നാൽ അപ്പോൾ തന്നെ പോലീസ് എന്തായാലും മെഡിക്കൽ എടുത്ത് പോലീസ് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുന്ന സമയത്ത് അഖിൽ, അതേസമയം തന്നെ ഈ സംഘാംഗങ്ങൾ, ഇതിൽ ഒരു അംഗത്തെ, കുറുവാ സംഘത്തിലെ ഒരു അംഗത്തെ മാത്രമാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിട്ടുള്ളത്. ഇയാളിൽ നിന്ന് നിർണായകമായ മൊഴികൾ ലഭിക്കാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നില്ലേ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ? ഇതിൽ സ്ത്രീകളും പുരുഷന്മാരും അടക്കമുള്ള സംഘത്തെയാണ് അറസ്റ്റ് ചെയ്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇതിലേറ്റവും പ്രധാനപ്പെട്ട കണ്ണി ആയിരിക്കണം ഈ രക്ഷപ്പെടാൻ ശ്രമിച്ച സന്തോഷ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കേണ്ടതും ഈ സന്തോഷിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് കെട്ടിട്ടായാൽ പോലും സന്തോഷിനെ പിടിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള ശ്രമം നടത്തിയത്. എന്തായാലും 2 ബറ്റാലിയൻ പോലീസ് എത്തിയാണ് സന്തോഷിന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ 4 മണിക്കൂറോളം നടത്തി. എന്തായാലും പോലീസിന്റെ ആ തിരച്ചിൽ ഫലം കണ്ടു എന്ന് പറയേണ്ടി വരും. 4 മണിക്കൂറിന് ശേഷമായാലും സന്തോഷിനെ കണ്ടെത്തിയിട്ടുണ്ട്. സന്തോഷുമായി ഇപ്പോൾ ആലപ്പുഴയിലേക്ക് പോയിരിക്കുകയാണ് വിനീഷ്. അഖിൽ പാലോട്ട് മഠമാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.